ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2002 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ. എനിക്കും പേഴ്സണലി വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ റിയാക്ഷൻ ചാനലൊക്കെ തുടങ്ങുന്നതിന്, മീൻസ് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. എനിക്കൊന്ന് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദീപ്തി ടീച്ചറിനെ കുറിച്ച്, ടീച്ചറിൻ്റെ സേവന മനോഭാവത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ 2-3 വീഡിയോസ് ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോയിൽ പോലും ഞാൻ ടീച്ചറിനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം അവരൊരു അധ്യാപികയാണ്. അവർ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പെർഫെക്റ്റ് ടീച്ചറാണ് അവർ, ഒരു പെർഫെക്റ്റ് മകളാണ്, ഇപ്പോൾ ഒരു പെർഫെക്റ്റ് വൈഫാണ്. അപ്പോൾ ടീച്ചറിനെ നമുക്ക് ഇതിലൂടെ ലൈവിലൂടെ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ കാണുന്നത്. ടീച്ചറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഫുള്ള് കാണും കേട്ടോ. ഞാൻ പകുതിയോ മുക്കാലോ ഞാൻ കാണുന്ന എൻ്റെ ഒരു ഇത് ഞാൻ പറയുകയാണ്, അത് എൻ്റെ ഒരു മെറിറ്റായിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഞാനൊരു വീഡിയോ കാണാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഫുള്ള് കാണും കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഞാനൊന്നും നോട്ടിഫിക്കേഷനൊക്കെ വരുവാണ്, എനിക്ക് കാണാൻ സമയമില്ലെങ്കിൽ ആ ടൈം എപ്പോഴാണോ എനിക്ക് ടൈമുള്ള ആ ടൈമിൽ ഞാൻ കണ്ടിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്നുള്ള ദീപ്തി ടീച്ചറിൻ്റെ ആ ചാനൽ. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ അങ്ങനെയാണ് ഒരുപാട് അനുഭവിച്ചതിനെ കുറിച്ചും, ടീച്ചറിന് എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടായെന്നും, ടീച്ചറിന് ഗുളികയില്ലാതെ, അതായത് പെയിൻ കില്ലർ ഇല്ലാതെ ലൈഫ് മുന്നോട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചതും ഒക്കെ ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ചൊല്ലി എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇഷ്യൂ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വ്യൂസ് ഒന്നുമില്ല, 2K വ്യൂസ്, 2000 പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് സത്യസന്ധമായ അനുഭവമാണ്. പക്ഷേ അതിനെതിരെ ചില റിയാക്ഷൻ ചാനലുകാർ, പക്ഷേ ഞാൻ ആ ചാനലുകാരെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടാണ് അവർ പറയുന്നത് ടീച്ചറിൻ്റെ എക്സ് ഹസ്ബൻഡ് പറയാനുള്ളതും കൂടെ കേൾക്കണമായിരുന്നു, എന്നിട്ട് വേണമായിരുന്നു ഇങ്ങനെ പറയാനായിട്ട്. അതുപോലെ തന്നെ ഇവരൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ലേ, ഇവർ ലിവിങ് ടുഗദറിന് എങ്ങനെ ഇത് ചെയ്യുന്നു, ഇവർ മാരേജ് ചെയ്യാതെ ഇവർക്ക് എന്തോ മുന്നേ അറിയാമായിരുന്നു അങ്ങേര് മദ്യപാനി ആയിരിക്കുമെന്ന്, അപ്പോൾ ഇവർ നല്ല ക്യാരക്ടറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിനെതിരായിട്ട് ഒരുപാട് ചാനലുകാർ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അനുഭവം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. നമുക്ക് പുറമേ നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണോ, അവരങ്ങനെയാണ്, ഈ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പുറമേ നിന്നിങ്ങനെ വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇനി ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചർ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ടീച്ചറിനെ കുറിച്ച് ഒരു ആൻസി അങ്ങനെ ഇപ്പോൾ ഒരു ഫേക്ക് ഐഡിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിനെതിരെയായിട്ട് ടീച്ചർ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ടീച്ചറിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ബോർഡിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചർ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ടീച്ചറിന് മാത്രമേ അറിയുകയുള്ളൂ. ഡിപ്രഷന് ടീച്ചർ 9 ഗുളിക കഴിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിരിക്കാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ടീച്ചർ പറയുന്നുണ്ട്. അപ്പം ആ പറയുന്ന കാര്യങ്ങൾ അതിനെ പോലും വീണ്ടും നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർ. പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചാനൽ പറയുന്നില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലൊരു ചേച്ചി റിയാക്ട് ചെയ്യുന്ന ചേച്ചിയാണ്. പക്ഷേ ചേച്ചി ഭയങ്കര ദീപ്തി ടീച്ചറിന് വളരെ അനുകൂലമായിട്ടാണ് പറയുന്നത്. ചേച്ചി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്, അതിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സത്യസന്ധമായ അനുഭവങ്ങൾ, കള്ളത്തരമില്ലാത്ത മനസ്സിൽ നിന്ന് നമുക്ക് ചില സമയത്ത് പുറത്ത് വന്നു പോകും. അത് തെറ്റാണ്, നമ്മൾ ഓർക്കത്തില്ല. കാര്യം തെറ്റാണെന്നല്ല, അത് വേണ്ടാത്ത ഭാഗമാണ്, അതിന് ഡിലീറ്റ് ചെയ്ത് കളയണം, കട്ട് ചെയ്ത് കളയണം, നമ്മൾ തോന്നത്തില്ല. കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇതിൽ പറയുന്നത് ലിവിങ് ട്യൂതറായിട്ടാണ് ജീവിച്ചതെന്ന് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയരുതായിരുന്നു. പിന്നെന്താ, അത് ടീച്ചറിൻ്റെ സത്യസന്ധതയാണ് അവിടെ പറയുന്നത്. ടീച്ചറിനത് ഒളിച്ചു വെക്കായിരുന്നു. ഞങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നൊന്നും ആരും പോയി ചൂഴ്ന്ന് നോക്കില്ലായിരുന്നു. പക്ഷേ ടീച്ചറിനെ വിശ്വസിക്കുന്ന ടീച്ചറിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് അവരെല്ലാം സത്യസന്ധമായിട്ട് പുറത്തോട്ട് പറഞ്ഞു. അല്ലാതെ അവരവിടെ ഒന്നും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചില്ല.
അത് അവരുടെ ഒരു നല്ല ക്യാരക്ടറായിട്ടല്ലേ കണക്കൂട്ടേണ്ടത്. അതിനെതിരെ ടീച്ചറിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടീച്ചറിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ബ്രദറിനെയും അച്ഛനെയും അപമാനിക്കുക, അതുപോലെ തന്നെ അമ്മയെ കുറ്റപ്പെടുത്തുക, കുഞ്ഞു മോനെ തന്നെ കുറ്റപ്പെടുത്തുക, അത് അവരുടെ അത്രയും വിശാലമായ മനസ്സ് ആർക്കുണ്ട് സത്യം പറഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പം രണ്ടാമത് മാരേജ് ചെയ്ത ഹസ്ബൻഡ് ആയാൽ തന്നെ വളരെ സപ്പോർട്ടാണ്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹസ്ബൻഡാണ് നമ്മുടെ ദീപ്തി ടീച്ചറിന് കിട്ടിയിരിക്കുന്നത്. അവർ സേവനങ്ങൾ മറ്റുള്ള പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്യുന്നത് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ടീച്ചർ പറഞ്ഞു മറ്റുള്ളവർ ഇതുപോലെ ചെയ്യട്ടെ, ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നത് കാണിക്കുമ്പോൾ പറയും, കണ്ടോ അവളെല്ലാം അങ്ങ് കാണിക്കുക, വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാതിരിക്കണം, അതാണ് ശരി എന്നൊരു ടീം പറയും. ഇപ്പം ആരും അറിയാതെ കൊടുത്തോണ്ടിരിക്കണം, കണ്ടോ അവൾ ആ ഇടയ്ക്ക് വെച്ചുള്ളത് മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ ഇതൊന്നും ഇല്ല. രണ്ടിനും കുറ്റമാണ്. പിന്നെ നമ്മുടെ റിയാക്ഷൻ ചാനൽ ചേച്ചി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നത് 90% പേരാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത 10% പേരുണ്ടെങ്കിൽ ഈ 10% പേര് ഒരുപാട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്കൊരു 5K സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ആ 5K സബ്സ്ക്രൈബേഴ്സിൽ 2K അല്ലെങ്കിൽ 1.7 അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു വീഡിയോ മാത്രമാണ് ഒരു 7 ആ ടൈം ഇത് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് അത്രയും ആളുകൾ മാത്രമാണ് കാണുക. അതിൽ തന്നെ ഒരു 10 40 അല്ലെങ്കിൽ ഒരു 10 20 അത്രയും കമൻറ്റൊക്കെയാണ് ആ ഒരു വീഡിയോയ്ക്ക് വരാറുള്ളത്. പക്ഷേ അതിൽ വരുന്നതിൽ 10 കമൻറ്റ് വരുവാണെങ്കിൽ 5 കമൻറ്റ് നെഗറ്റീവായിരിക്കും. നിനക്ക് എന്താണ്, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, നിനക്ക് അവരെക്കുറിച്ച് എന്തറിയാം? എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ മിക്കപ്പോഴും അതിൻ്റെ ഫുൾ എത്ര പേര് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രയും വീഡിയോസ് പരിശോധിച്ചതിന് ശേഷം അതിൽ ശരി എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ദീപ്തി ടീച്ചറിൻ്റെ അല്ല ഞാൻ പറയുന്നത്. ദീപ്തി ടീച്ചറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചാനലാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അവരോടൊരു ബഹുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ, എനിക്ക് അവർ പറയുന്നതെല്ലാം വിശ്വാസമാണ്. കാര്യം അവരുടെ നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ഈ ഒരു ഏജിൽ. ആ ഒരു ടൈമിൽ ഒരു PGക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു ഇൻ്റർവ്യൂ ബോർഡിലെ ഒരു വ്യക്തി തന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ അത് സത്യസന്ധമായിരിക്കും എന്നുള്ള രീതിയിൽ മുന്നോട്ട് ജീവിക്കുക എന്നാണ് ആ ഒരു ഏജിലുള്ള പെൺകുട്ടികൾക്ക് സംഭവിക്കാവുന്നത്. അത്രേ ഉള്ളൂ. അത് അല്ലാതെ ഇപ്പോഴത്തെ ടൈമിലാണ് അങ്ങനെയെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ ആലോചിക്കുമായിരുന്നു അല്ലേ, ടീച്ചർ എല്ലാം അന്വേഷിക്കുമായിരുന്നു, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ആ ഒരു പ്രായത്തിൽ അതൊന്നും പറ്റിയില്ല. അതുപോലെ 2 വ്യക്തികൾക്ക് പെട്ടെന്നൊരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സർവ്വസ്വാഭാവികമാണ്. അതിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു ഈ ദീപ്തി ടീച്ചറിൻ്റെ ഈ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്ന വീഡിയോസിന് ശേഷം ഒരുപാട് നെഗറ്റീവ് ഇട്ട് റിയാക്ഷൻ ചാനൽ ഒരുപാട് ചാനലുകളിൽ ടീച്ചറിനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ഒരനുഭവം വരുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് പുറമേ നോക്കുമ്പോൾ എല്ലാം സുന്ദരമാണ്, അതിനുള്ളിലേക്ക് കിടക്കുമ്പോഴേ അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ടീച്ചർ സൈബറിൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ടീച്ചറിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടവർ, നെഗറ്റീവായിട്ട് റിയാക്ട് ചാനലുകൾ ടീച്ചറിനെ അപമാനിച്ചവർക്കും എതിരായിട്ട് ടീച്ചർ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ടീച്ചറിൻ്റെ തീരുമാനം. ഒരു വിധത്തിൽ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം ഇങ്ങനെ നാക്കിനെല്ലില്ല എന്ന് പറഞ്ഞ് എന്തും പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കമൻറ്റ് ബോക്സ് ഓണാണ് എന്നാൽ വായിക്ക് തോന്നുന്ന എന്ത് വേണമെങ്കിലും പറയാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു പേടി വേണമല്ലോ. എന്തെങ്കിലും ഒരു നിയമ നടപടി ഇവർക്കെതിരെ ഉണ്ടായാൽ മാത്രമേ ഇവരൊക്കെ ഒന്ന് പഠിക്കുകയുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് വരുന്ന ഫുള്ള് ഇത് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ ജോലി അതാണ്. പിന്നെ ഞാനങ്ങ് ബ്ലോക്കാക്കി വിടും. അതൊക്കെയാണ് എൻ്റെ ഒരു രീതി. കാര്യം നമ്മൾ വലിയൊരു ചാനലല്ല, നമ്മൾ കുഞ്ഞു ചാനലാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. റിയാക്ഷൻ ചാനലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണോ റിയാക്ഷൻ ചാനലുകൾ ചെയ്യേണ്ടത്? എല്ലാം നമുക്കൊരു പേടിയാണ്. അവരെ പറഞ്ഞ എങ്ങനെയാണ്, ഇവരെ പറഞ്ഞ എങ്ങനെയാണെന്നൊക്കെ പേടിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ വ്യൂസ് നമ്മൾ പറഞ്ഞ പോലെ വളരെ കുറവാണ് വ്യൂസ്. ആദ്യത്തെ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കണ്ടാൽ തന്നെ വലിയ കാര്യം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലുതായിട്ട് വ്യൂസും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഈ വലിയ വലിയ ചാനലുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലുതായതല്ലല്ലോ. നമുക്ക് ടൈം ഉണ്ടാകും, വലുതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ എന്ത് കാണുമ്പോഴും അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം അതേപടി വിശ്വസിക്കാതെ
അതിനകത്തുള്ള സത്യസന്ധത മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അനുഭവമുള്ളവർ അവർ പറയുന്നത് ഒരിക്കലും അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്ന് നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. അവർ തന്നെ അവരുടെ പല്ലിൽ കുത്തി മണപ്പിക്കുന്ന കണക്കല്ലേ അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ അനുഭവിച്ച കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും അവരെ വേട്ടയാടാതിരിക്കുക, അവരെ വെറുതെ വിടുക. അവരുടെ ഫാമിലി സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുണ്ട് അതിനകത്ത്. ഞാൻ ആ കമൻറ്റ് പോസ്റ്റ് വായിക്കുന്ന കാര്യം നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ല അതിനകത്ത് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഒരു സംസ്കാരമില്ലാത്ത രീതിയിലാണ് ആ ടീച്ചറിൻ്റെ ആളുകൾ ഇങ്ങനെ വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നു. അവരവരുടെ അനുഭവങ്ങൾ ഒരിക്കലും വന്ന് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇതുപോലെ മോശം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ദീപ്തി ടീച്ചറിൻ്റെ. അവരൊരു നല്ലൊരു സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടുക. ഇനിയെങ്കിലും അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആ കുഞ്ഞും ഹസ്ബൻഡുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ അടിപൊളിയായിട്ട് ജീവിച്ചു പോട്ടെ. പുതിയൊരു വിഷയമായിട്ട് നാളെ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.